ഹലോ, ഇന്ന് നമുക്കൊരു ചെന്നൈ സ്റ്റൈൽ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ അല്ല കേട്ടോ. ഇത് കുറച്ച് മസാലയൊന്നും ഇല്ലാതെ കുറച്ച് തക്കാളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഉള്ളി, 2 തക്കാളി, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1/2 കിലോ ചിക്കനും 1/2 കിലോ റൈസും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചട്ടി ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ മറ്റൊരടുപ്പിൽ അരി തിളപ്പിക്കാനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബസ്മതി റൈസ് അരമണിക്കൂർ കുതിർക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ഒരു ബേ ലീഫ്, ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. ഇതൊന്ന് ഓയിലിൽ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉള്ളി നന്നായിട്ട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരമണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ഈ അരിയും കൂടെ ഇട്ട് ഒരു 3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പച്ചമുളകൊന്ന് വഴഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ മല്ലിയിലയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം മല്ലിയില നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി വരുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് അപ്പോഴേക്കും ഇറങ്ങി വരും കേട്ടോ. ഇത് രണ്ടും ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. അപ്പോൾ നമ്മളിവിടെ 2 തക്കാളി എടുത്തിരിക്കുന്നത്, അത് രണ്ടും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. വെറും 3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇത് നമ്മളിനി ഊറ്റി മാറ്റി വെക്കണം. ഊറ്റുമ്പോൾ നിങ്ങൾ ആ വെള്ളം കളയാതിരിക്കാൻ നോക്കണം. അവസാനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തക്കാളിയും വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനി അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം 1/2 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോരോ കഷ്ണങ്ങളായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം നമ്മളിതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്ത് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചോറാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചോറിട്ട ശേഷം നന്നായിട്ട് ആ ചിക്കൻ ഗ്രേവിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ അരി ഊറ്റിയപ്പം മാറ്റി വെച്ച വെള്ളമില്ലേ, അത് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ചിക്കനും ചോറും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെള്ളം വരുന്ന രീതിക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ ചോറിൽ ഉപ്പിട്ടതുകൊണ്ട് ചിക്കനിൽ കൂടുതൽ ഉപ്പിടാൻ നിൽക്കണ്ട കേട്ടോ. ഇനി നമ്മളിതിനെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് വേണം വേവിക്കാൻ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ബിരിയാണിയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെന്നൈ സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമുള്ളവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.